പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ശക്തിയാൽ ഇന്ന് മെയ് 25-ാം തീയതിയായ ഞായറാഴ്ച അങ്ങയുടെ മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്ന കർത്താവേ, ഈ ആശീർവാദത്തിന്റെ ശക്തി നിന്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും ഈ ആശീർവാദത്തിന്റെ ശക്തി നിന്റെ മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും നിൽക്കട്ടെ. ഇന്നത്തെ നിന്റെ യാത്രകൾ, നിന്റെ ഹോംവർക്കുകൾ, ഗൃഹപാഠങ്ങൾ, നിന്റെ അസൈൻമെന്റുകൾ, ഓരോരോ സ്ഥലത്ത് നിന്ന് പോകാനും വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യപരിപാടികൾ കർത്താവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. നിശ്ചയങ്ങൾ, തീരുമാനങ്ങൾ, നിശ്ചയങ്ങൾ, യാത്രകൾ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു.
കർത്താവെ, ആശുപത്രിക്ക് പോകുന്നവരും പോകാൻ വേണ്ടി ഒരുങ്ങുന്നവരും അതിൻ്റെ പേരിൽ ഉത്കണ്ഠയും ഭാരവും മനസ്സിലേറ്റി നടക്കുന്നവരെ കർത്താവെ, നീ അവരെ സങ്കടങ്ങൾ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നാളത്തെ തിങ്കളാഴ്ച യാത്ര, ദീർഘദൂര യാത്രയിലുള്ളവരുണ്ട്. ഈശോയെ, കുടുംബം കഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള അധ്വാനത്തിന് മാർഗങ്ങൾ മുട്ടിപ്പോകുന്നല്ലെന്ന് ഓർത്തിട്ട് സാമ്പത്തികമായ ക്ലേശങ്ങൾ, വാടകയ്ക്ക് താമസിക്കുന്നവർ, ഒറ്റയ്ക്കും പണയത്തിന് താമസിക്കുന്നവർ, കർത്താവ് കിണറ്റിൽ വെള്ളമില്ലെന്നുള്ള ആവരാതിയുള്ളവർ, ആ മേഖലയിലെല്ലാം കർത്താവ് ഒത്തിരി സാക്ഷ്യം ഉടമ്പടി ഞാൻ കേട്ടിട്ടുണ്ട്. ഈശോയെ, അതനുസരിച്ച് ഞങ്ങളുടെ മക്കളെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, റിസൾട്ട് വന്നപ്പോൾ മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഒത്തിരി പഴകുകയും പള്ള് പറയുകയൊക്കെയും ചെയ്തിട്ട് മനസ്സിടിഞ്ഞ് വല്ലാത്ത രീതിയിലായിപ്പോയവർ, അവരെല്ലാം കർത്താവ് ഇന്ന് ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥയിൽ അവർ ഉയർത്തുന്നു കേട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ കർത്താവ് ചെറിയ ഉദ്യമങ്ങൾ കൊണ്ട്, കുഞ്ഞു ജോലി കൊണ്ട് കർത്താവെ ജീവിതം തല്ലിപ്പൊട്ടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ചില സമയത്ത് കർത്താവെ അവർക്ക് വലിയൊരു ബാധ്യതയോ ഭാരമോ ഉണ്ടാകുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും പലതരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വലിയ ചിലവുണ്ടാകുന്ന എല്ലാവിധ അവസ്ഥകളും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. അവർക്ക് കർത്താവ് പിന്നീട് ഒരിക്കലും എഴുന്നേറ്റ് പൊങ്ങാൻ പറ്റാത്ത രൂപത്തിലായിപ്പോകും. കൂടുതൽ കടങ്ങൾ ഉള്ള വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നീ ആശ്രയിക്കപ്പെടട്ടെ. മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം അവർക്ക് നല്ല പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി പരിശ്രമിക്കുന്നവരെ കർത്താവേ, കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി ഓടുന്ന മാതാപിതാക്കന്മാരെ, വളരെ നിസ്സഹായരായി പോകുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, പണമില്ലാതെ, സ്വാധീനമില്ലാതെ കുഞ്ഞുങ്ങൾ തന്നെ മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തിയിട്ടും അതിൻ്റെ ഭാരം അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അതിൻ്റെ പേരിൽ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ കർത്താവ് മദ്യപിക്കുന്നവരെ കൊണ്ട് ഈശോയെ, അങ്ങനെ തകർന്നു പോയ കുടുംബങ്ങൾ, മങ്ങിപ്പോയ ഒരു മങ്ങൽ കുടുംബത്തിന് വന്ന പോലെ തോന്നുന്നുണ്ട്. ഈശോയെ, ആ കുടുംബങ്ങളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ പ്രകാശിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വെളിച്ചം ധരിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, സ്വസ്ഥതയില്ലാത്ത ഭവനങ്ങൾ, ഭാര്യഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിക്കുന്നവർ, അകന്ന് താമസിക്കുന്നവർ കർത്താവ് ഒരുമിച്ച് താമസിക്കാൻ കർത്താവിൻ്റെ കൃപ അവർക്ക് ലഭിക്കട്ടെ. മാതാപിതാക്കൾ മക്കളും തമ്മിൽ മാനസികമായിട്ട് അകന്ന് പോകുന്നവർ, മക്കൾ ദുർഗതിപ്പെട്ടു പോയിട്ടുള്ള മക്കളുണ്ട്. ഈശോയെ, അവർ തിരിച്ചു വരാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ സമർപ്പിക്കുന്നു. ലോർഡ് ഇൻക്രീസ് യുവർ സ്പിരിറ്റ്, ലോർഡ് ഇൻക്രീസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നലെയൊക്കെ പറഞ്ഞ അത് ഉടമ്പടിയുടെ ലാഗിങ്സ്, ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങൾ ചിലത് താമസിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ തിരക്കൊണ്ടിരുന്നത്. എന്തായാലും ഒന്ന്, ഉടമ്പടിയിലെ വില്ലന്മാരാണ്, അല്ലേ? അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഉടമ്പടിക്ക് വില്ലന്മാരുണ്ടാകും. എബ്രഹാത്തിന് വില്ലനുണ്ടായിരുന്നു, ലോത്ത് എബ്രഹാത്തിന് ഡയറക്റ്റ് വില്ലനല്ലെങ്കിലും സാറായെ സംബന്ധിച്ചിടത്തോളം ലോത്ത് ഉണ്ടാക്കിയ സമ്മർദ്ദങ്ങളാണ്. എബ്രഹാം പ്രായമായി മരിക്കുകയും മറ്റൊരു ശക്തി പ്രാപിക്കുകയും ലോത്ത് ശക്തി പ്രാപിക്കുകയും ചെയ്ത സാറയുടെ ലൈഫ് സമ്മർദ്ദത്തിലാവും. അതുകൊണ്ടാണ് ആ സമ്മർദ്ദമാണ് സാറ എബ്രഹാത്തിന് സമ്മർദ്ദപ്പെടുത്തിയിട്ടാണ് ഹാഗറിനെ പ്രാപിച്ചിട്ട് ദൈവിക പദ്ധതി ഉടമ്പടി ബ്രേക്ക് ആകണത്. അപ്പം എബ്രഹാം ഒരിക്കലും എബ്രഹാത്തെ വിശ്വാസികളുടെ പിതാവാണെന്ന് പറഞ്ഞത് പൗലോസാണ്. കാര്യം യഥാർത്ഥ വിശ്വാസികളുടെ പിതാവിനെ പൗലോസ് കാണാത്ത കൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അത് അമ്മയാ ശരിക്കും. അതേപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൺകറൻസ് ഉള്ള അമ്മയ്ക്കല്ലേ ഉള്ളൂ. അമ്മയെ കണ്ടപ്പോഴല്ലേ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയണത്, മേരി, കർത്താവ് നിന്റെ അളിച്ചിത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ശരിക്കും പറഞ്ഞാൽ സുവിശേഷം വിശ്വാസത്തിൻ്റെ വക്താവായിട്ട്, മദർ ഓഫ് ഫെയ്ത്ത് ആയിട്ട് കാണിക്കുന്നത് മറിയത്തെയാണ്. ഇവരാണ് ഉടമ്പടിയുടെ മധ്യസ്ഥ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. കാര്യം യേശുവിനും ആ വീട്ടുകാരനും ഇടയിൽ, അല്ല യേശുവിനും ദൈവത്തിനും ഇടയിൽ മറിയം ഉടമ്പടിയുടെ മധ്യസ്ഥയാണ്. അപ്പം നമ്മൾ ഈശോനോടല്ലേ ഉടമ്പടി ചെയ്യണത്, ഈശോനോടല്ലേ നമ്മൾ ഉടമ്പടി ചെയ്യണത്.
അപ്പോൾ ഈ എബ്രാഹത്തിന് മോസസിനും ഇല്ലാതിരുന്നൊരു ആനുകൂല്യം നമുക്കുണ്ട്. ആരാണത്? മറിയമാണ്. മറിയമാണ് അതിൻ്റെ ഫെസിലിറ്റേറ്റർ, ഒരു നാവിഗേറ്റർ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഉടമ്പടി നാവിഗേറ്ററാണ്. അമ്മ എന്ന് പറഞ്ഞ പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് നാവിഗേറ്ററാണ്. ചില അമ്മയെ സംബന്ധിച്ചിടത്തോളം പിതാവായ ദൈവത്തിന് ഒരു മോശം ഇൻസ്ട്രുമെൻ്റ് അല്ല. മറിയത്തെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിൻ്റെ അനാദി കാലം മുതൽ തന്നെ പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു സെക്യൂറായിട്ട് അവരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ തന്നെ അമനോത്ഭവമാണ് ആ പാക്കേജിലുള്ളത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഒരു പ്രത്യേക സൃഷ്ടിയാണ് അത് ഫോർ റിഡംഷന് വേണ്ടിയുള്ള. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കംപ്ലീറ്റ് ഈ മറിയത്തിന് ഒത്തിരിയേറെ ഗുണങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൃപാസന ഉടമ്പടിയുടെ മധ്യസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിക്ക് മധ്യസ്ഥ എന്ന് കംപ്ലീറ്റ് മധ്യസ്ഥയാണ്. ആര്? മറിയം. അതുകൊണ്ടാണ് അമ്മയുടെ ആശീർവാദം നമ്മൾ നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ എന്തൊരു ഐശ്വര്യമാണ് ആ ഉടമ്പടിക്ക് ആശീർവാദം കാണാൻ. കാര്യം മറിയമാണ് എൻ്റെ നിറഞ്ഞു നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഞാനും ദൈവവും തമ്മിലുള്ള ഉടമ്പടിക്ക് മറിയം സാക്ഷി. ജോഷുവ 24:27 അതിസുന്ദരമായ ഒരു സാക്ഷ്യവചനമുണ്ട്. ജോഷുവ ജനത്തോട് പറഞ്ഞു, ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. കർത്താവ് നമ്മോട് അരുളി ചെയ്ത എല്ലാ വചനങ്ങളും ഇത് ശ്രവിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ദൈവത്തോട് അവിശ്വസ്തമായി വർത്തിക്കാതിരിക്കുന്നതിന് ഇത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ. അതായത് ഈ മരിയൻ ഉടമ്പടിയിൽ പഴയ നിയമത്തിൽ ഉടമ്പടിക്ക് സാക്ഷിയാക്കുന്നത് കല്ലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് എല്ലാ വചനങ്ങളും കേട്ടിട്ടുണ്ടെന്നാണ് പറയണത്. എല്ലാ വചനങ്ങളും കേട്ട ഒരാൾ ശരിക്കും പറഞ്ഞാൽ മറിയവാ. എന്താ കാര്യം? മറിയവാണ് വചനത്തെ മാംസമാക്കിയത്. വചനത്തെ മാംസമാക്കി എന്ന് പറഞ്ഞാൽ വാഗ്ദാനത്തെ മാംസമാക്കിയതാണ്. അത് നമ്മൾ വായിക്കണതാണ്. കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ക്രിസ്തുവിൽ വാഗ്ദാനങ്ങളെല്ലാം അതേ എന്നാണെന്ന് 2 Corinthians 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അപ്പോഴേ ക്രിസ്തുവിനെയാണ് വചനത്തിലൂടെ മാതാവ് ഗർഭം ധരിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാ വാഗ്ദാനങ്ങളെയുമാണ് മാതാവ് ഗർഭം ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ജോഷുവ പറയണത്. ഈ കല്ല് എല്ലാ വചനങ്ങളും കേട്ടതാണെന്ന്. പഴയ നിയമത്തിലെ ആ ഉടമ്പടിക്ക് കല്ലാണ് വചനം കേട്ടെങ്കിൽ പുതിയ നിയമത്തിലെ മറിയമാണ് വചനം കേട്ടിരിക്കുന്നത്. എല്ലാ വചനം കേട്ടത്, എല്ലാ വചനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെ ആയതുകൊണ്ട് ക്രിസ്തുവിനെ സംവഹിച്ചത് മറിയമാണ്. അവരാണ് നമ്മളുടെ മീഡിയേറ്ററായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതക്രമം, മാതൃകയും മധ്യസ്ഥവും നമ്മൾ അനുകരിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം പുരോഗമിപ്പിക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എബ്രാഹിം സംഭവിച്ച പോലെയും മോശം സംഭവിച്ച പോലെയും ലാഗ് ചെയ്യേണ്ട കാര്യമില്ല, താമസിക്കത്തില്ല. കർത്താവ് അതുകൊണ്ടാണ് സമയമായില്ല എന്ന് പറഞ്ഞിട്ടും ആകാത്ത സമയം മറിയത്തിൻ്റെ വാഗ്ദാനത്തെ പ്രാർത്ഥനയിലാക്കിയെടുത്തത്. അപ്പോൾ ആ മറിയം മധ്യസ്ഥയും മാതൃകയും സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൈസ്ലാണ്. ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വീട്ടിൽ ഒരു ദിവ്യസക്രാരി 40 ദിന ആരാധന കൃപാസനത്തിൽ ആരംഭിച്ചു. കോവിഡ് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ട് നമ്മളിപ്പോൾ ഏത് സാഹചര്യത്തിൽ ആയിരുന്നാലും നിത്യാരാധന അനുഭവം സംരംഭമാക്കി നമ്മുടെ ജീവിത നിയോഗങ്ങൾ, ദുരിതങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അതുല്യമായ അവസരമാണ്
വീട്ടിൽ ഒരു ദിവ്യ സക്രാരി, കൃപാസനമൊരുക്കുന്ന ധ്യാന ശുശ്രൂഷ. ഈ ശുശ്രൂഷയിൽ ഇന്ന് ആരാധന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ബ്രദർ ആർ വിജയകുമാറാണ്. 2003 മുതൽ കർത്താവിൻ്റെ കരം പിടിച്ച് സുവിശേഷാത്മകമായ ജീവിതം നയിച്ച് 2011 കത്തോലിക്കാ സഭയിൽ തൻ്റെ ജീവിതം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കൃപാസനം ഡയറക്ടർ ഡോക്ടർ ഫാദർ വി.പി. ജോസഫ് വലിയവീട്ടിലിൻ്റെ അഭിഷിക്തകര അനുഗ്രഹത്താൽ ജ്ഞാനസ്നാനമെന്ന കൂദാശ സ്വീകരിച്ച് ആർ വിജയകുമാർ മാത്യു വിജയകുമാറായി. ഇപ്പോൾ കോയമ്പത്തൂരിൽ കൃപാസനം കോയമ്പത്തൂർ മിഷൻ എന്ന പേരിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. കൃപാസനം കോയമ്പത്തൂർ മിഷൻ്റെ ഡയറക്ടർ കൂടിയാണ്. സർവോപരി കൃപാസനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. കൃപാസനത്തിൽ നടന്നു വരുന്ന 2 ചൊവ്വാഴ്ചകളിൽ നടന്നിരുന്ന തമിഴ് കൂട്ടായ്മയുടെ ചീഫ് കോർഡിനേറ്ററുമായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. കർത്താവ് മാത്യു വിജയകുമാർ ബ്രദറിനെ നയിച്ച വഴികളും അദ്ദേഹത്തിനുണ്ടായിരുന്ന ജീവിതാനുഭവവും വിശുദ്ധ കുർബാനയും ജീവിതവുമെന്ന വിഷയത്തെ ആധാരമാക്കി നമ്മളോട് സംസാരിക്കും. ബ്രദർ മാത്യു വിജയകുമാറിനെ കൃപാസനം ഡയറക്ടർ ഡോക്ടർ ഫാദർ വി.പി. ജോസഫ് വലിയവീട്ടിലിൻ്റെ പേരിലും ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് അനുഭവം പ്രാപിച്ച് നിയോഗമർപ്പിക്കുന്നവരുടെ പേരിലും കൃപാസനം മരിയൻ സന്നിധാനത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദിവ്യ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. ബോധ്യം എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും അത് വെറുതെ വാക്കുകൊണ്ടുള്ള ബോധ്യമില്ല. നമ്മളെ മനസ്സ് നിറയണം, സന്തോഷമായിരിക്കണം. കാത്തിരിപ്പിൻ്റെ ഒരു അവസാനം, കാത്തിരിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ കാത്തിരുന്നത് കിട്ടുമ്പോൾ കാണുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവുമല്ലോ, അതാ ബോധ്യം. ഈ ബോധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇതെൻ്റെ അച്ഛൻ തന്നെയാണ്. നമ്മൾ ഈശോനെ കാണുമ്പോൾ സ്വന്തം അച്ഛനായിട്ട് കാണാൻ പറ്റണം. ചെറിയ കുഞ്ഞ് ഒരു അച്ഛനെ കാണുമല്ലോ. ഞാൻ 2ാം ക്ലാസ് ഡൽഹിയിലാണ് പഠിച്ചത്. 2ാം ക്ലാസ് 1 ഇവിടെ കൊച്ചിയിൽ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. 2 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അച്ഛന് ട്രാൻസ്ഫർ, ആർമിയിലായിരുന്നു അച്ഛൻ, ഡൽഹിയിൽ പോയി. അപ്പോൾ അന്ന് അച്ഛൻ ചെറിയ പോസ്റ്റിലാണ്. അപ്പോൾ അങ്ങനെ സ്കൂൾ ബസ്സോ അതൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ഈ IIT ഹോസ്കോസ് എന്ന് പറഞ്ഞ് കുറച്ച് ദൂരമാണ് സ്കൂള്. ആദ്യത്തെ ദിവസം എന്നെ കൊണ്ടുപോയി ആക്കിയിട്ട് പറഞ്ഞു കൊടുക്കും, കുറേ പറഞ്ഞു കൊടുക്കും. ഇത് ആദ്യം ഇങ്ങനെ ബസ് കയറണം, പിന്നെ ആ ബസ്സിലിരുന്ന് ഇറങ്ങി പിന്നെ ഇതിലേ നടന്ന് വളഞ്ഞ് ഇങ്ങനെ പോകാം. അപ്പോൾ ഞാനിത് ബുക്കിലിങ്ങനെ എഴുതി വയ്ക്കും, നോട്ട്ബുക്കിൽ ഇങ്ങനെ വളയണം. അപ്പോൾ അവിടെ ഒരു മരം കാണും, സത്തൂസ് എന്ന് പറഞ്ഞൊരു മരമുണ്ട് അവിടെ, ഹിന്ദിയിൽ പറയണം. അപ്പോൾ അങ്ങനെ ഓരോ പേര് കേട്ടിങ്ങനെ എഴുതി വയ്ക്കും. എനിക്ക് ദിവസവും സംശയമാണ്, മരം ലെഫ്റ്റ് സൈഡാണോ റൈറ്റാണോ, ലെഫ്റ്റാണോ വളയേണ്ടത് അല്ല റൈറ്റ് സൈഡ് വളയണം. ഇങ്ങനെ ഒരു ദിവസം എനിക്ക് നല്ല ടെൻഷനായി.
ഈ നോട്ട്ബുക്ക് അപ്പം എടുത്ത് ഇങ്ങനെ നോക്കും. അപ്പോൾ സംശയമാവും, ഇവിടെയാണ് അതാണോ എന്നൊക്കെ പ്രൊജക്റ്റിൽ സംശയമായിട്ട് ഞാൻ സ്കൂൾ വിട്ട് ബെല്ലടിച്ച് ടെൻഷനിൽ ഓടും പുറത്തേക്ക് ഓടി പുറത്ത് പോയി നോക്കുമ്പോൾ ദൂരെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ചായ പോലെ തോന്നിക്കും. കുറച്ചുകൂടി അടുത്ത് പോകുമ്പോൾ എൻ്റെ അച്ഛൻ നിൽക്കുക. ആ ഒരു സന്തോഷമുണ്ടല്ലേ, അതായിരിക്കണം നമുക്ക് ഈശോനെ കാണുമ്പോൾ തോന്നേണ്ടത്. നമ്മൾ ഒന്ന് വിഷമിച്ച് ഈ പ്രശ്നത്തിന് എന്താ ഉത്തരം, നമ്മൾ എന്ത് ചെയ്യും, ഇതെവിടെ പോയി തീരും? ഇതിൻ്റെ അവസാനം ദിവ്യ കുർബാനയാണ്. അതെൻ്റെ അനുഭവം വെച്ച് പറയുക. നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ ടി വിയിലോ മൊബൈലോ കാണാം, പക്ഷേ ഈശോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. ഈശോയ്ക്ക് ടി വിയും മൊബൈലും ഒന്നും വലിയ കാര്യമില്ല. നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈശോ നിങ്ങളുടെ മുമ്പിലാണ്. എന്തിനായി ആരാധിക്കുക ദൈവത്തിന്? ദൈവം ആഗ്രഹിക്കുക നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ഇത് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എൻ്റെ അനുഭവിച്ച ഞാൻ പറയണം. ആദ്യം നമുക്ക് ആരാധന എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്തിനാ ആരാധിക്കണം എന്താണെന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ മാത്രമാണ്, ആരാധിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് നമ്മളോട് എല്ലാവരോടും. ചിലപ്പോൾ നിങ്ങൾ ഒരു ഓട്ടോ ഡ്രൈവറായിരിക്കാം, അതേപോലെ ഭാര്യയും മക്കളും നിങ്ങളെ ഉപേക്ഷിച്ച് തനിച്ചിരുന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയുണ്ടാവും. ആരുമില്ല, എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന്. പിന്നെ ഡോക്ടർ വിധി എഴുതിയിട്ടുണ്ടാവും, നിൻ്റെ രോഗത്തിന് ഇനി സൗഖ്യമില്ല. ബിസിനസ്സൊക്കെ പൊളിഞ്ഞിട്ടുണ്ടാകാം, ബിസിനസ് എല്ലാം പൊളിഞ്ഞ് ഒരു ജോലി പോലും കിട്ടണില്ല. പിന്നെ കല്യാണം നടന്നിട്ടില്ല. 45 വയസ്സ് 40 വയസ്സ് കഴിഞ്ഞ് കല്യാണമില്ല. ഈ അവസ്ഥയിലും ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം വിഷമിച്ചുകൊണ്ടിരിക്കുക ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റാതെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റൂ. ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഇരിക്കണം. ദൈവത്തിന് പദ്ധതിയുണ്ട്, അത് പലവർക്കും മനസ്സിലായില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതിലെന്ത് പദ്ധതിയാണ്? എനിക്ക് 40-42 വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞില്ല, ബിസിനസ് എല്ലാം പൊളിഞ്ഞ് ലോകം മൊത്തം കടവാണ്, ഇതിലെന്താ പദ്ധതി? നിങ്ങളൊന്ന് ആരാധിച്ച് നോക്ക്. ഇതുവരെ നിങ്ങൾ അതിന് ദൈവത്തിനൊരു അവസരം കൊടുത്തിട്ടില്ല. ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ നമ്മൊരു അവസരം കൊടുത്തിട്ടില്ല. ആ ഒരു അവസരം കൊടുത്തു നോക്ക് നിങ്ങൾ. എന്നിട്ട് പറയുന്നത് ഭംഗിയാണെന്ന്. എൻ്റെ പദ്ധതി എന്തായിരുന്നെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയെങ്കിലും 9ാം ക്ലാസ് പാസ്സായാൽ മതി. അപ്പോൾ എൻ്റെ പദ്ധതി എന്താ? അച്ഛൻ ആർമിയിലാണ്. അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ആർമിയിൽ ഏറ്റവും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ജോലി എന്ന് പറഞ്ഞാൽ ഡ്രൈവറുടെ ജോലി. അതിന് 10ാം ക്ലാസ് ഫെയിലായാൽ മതി. 10ാം ക്ലാസ് ഫെയിലാവണമെന്നെങ്കിൽ 9ാം ക്ലാസ് പാസ്സാകണം. എൻ്റെ പദ്ധതി, എൻ്റെ ആഗ്രഹം, എങ്ങനെയും ദൈവമേ എന്നെ 9ാം ക്ലാസ് പാസ്സാക്കിത്ത. ഞാൻ പല അമ്പലത്തിലും പോകുന്ന കൂട്ടത്തിൽ അമ്മയുടെ മുമ്പിലും പോകുമ്പോൾ അമ്മ വഴി ഈശോന് ഒരു അവസരം കിട്ടി ഈശോയുടെ പദ്ധതി നടപ്പിലാക്കാൻ. അത് എൻ്റെ പദ്ധതി എവിടെ, ഈശോയുടെ പദ്ധതി എവിടെയാണ്? ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുക, നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുക. എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ ഒരു മണി 1:30 മണി ഉണ്ടാവും. എനിക്കിതൊന്നും അറിയില്ല. റൂമിൽ തന്നെ മുമ്പിൽ ഒരു മാതാവിൻ്റെ രൂപമുണ്ട്, അതിൻ്റെ മുമ്പിൽ ബൈബിളും ഉണ്ട്. എപ്പോഴും അവിടെ ഇരുന്നാൽ പ്രാർത്ഥിക്കണം. മുറിയിൽ തന്നെ ഒരു ടേബിളുണ്ട്, വലിയ റൂമാണ്, 700 സ്ക്വയർ ഫീറ്റ് റൂമാണ്. അപ്പോൾ നോക്കിയോ എത്ര വലിയ മുറിയാണെന്ന്. അപ്പോൾ അവിടെ ഞാൻ രാത്രി 1 മണി നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയ 1-1:30 ഉണ്ടാവും. നല്ല വെട്ടം എൻ്റെ സൈഡിലിങ്ങനെ നിൽക്കുക, ആരും എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിരിക്കുക. അപ്പോൾ നല്ല ബോധ്യം വന്നത് ഈശോ ആണല്ലോ നിൽക്കുന്നതെന്ന്. ഒരു വെട്ടം. മകനെ, ഇത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ, മകനെ നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ഞാൻ ഉടനെ എന്തായാലും ഞാൻ ബൈബിളിൽ ദൈവമായിട്ട് സംസാരിക്കും. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പോയിട്ട് അവരെ ആരെയും ഉണർത്തിയില്ല, ഭാര്യയും മക്കളെ ഒന്നും ഉണർത്തിയില്ല. ഞാൻ നേരെ അവിടെ പോയി മുട്ടിപ്പോയി നന്ന് നൈറ്റ് ലാമ്പുണ്ട്,
അത് ഇട്ടിട്ട് അവിടെ മുട്ടിപ്പേ നിന്ന് കണ്ണും പൂട്ടി വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിനോട് ചോദിച്ച്, ഇത് ഈശോ ആണെങ്കിൽ എനിക്ക് നീ വെളിപ്പെടുത്തി തരുമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ബൈബിൾ തുറന്ന് ഇങ്ങനെ വിരൽ വെച്ച് എപ്പോഴും ഞാൻ അങ്ങനെയാ ചെയ്യാം. എന്നിട്ട് അതിൽ മാത്രം നോക്കുക അതെന്താണെന്ന്. അതെനിക്ക് കിട്ടിയത് മത്തായി 9:9. മത്തായി 9:9 ചുങ്കക്കാരനായ മത്തായിയെ ഈശോ അനുഗമിക്കുക, വിളിക്കുക, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. എനിക്കത് ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ കൃപാസനത്തേക്ക് വന്ന് ജോസഫ് അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞ്, അച്ഛൻ വേറെ ഒന്നും പറഞ്ഞില്ല, അച്ഛൻ പറഞ്ഞ് ഇന്ന് തൊട്ട് വിജയകുമാർ അടുത്ത ചൊവ്വാഴ്ച തൊട്ട് കൗൺസിലിംഗ് ഇങ്ങോട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ കൗൺസിലിംഗ് ഒന്നും ഒരു പിടുത്തമില്ല. അപ്പോൾ അച്ഛനോട് ഞാൻ പറയാം, ഇതാ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിക്കണമെന്നും കൂടി ഞാൻ പറയാം. ഞാൻ ഇത് കൗൺസിലിങ് എനിക്ക് ഈശോനെ കണ്ട് കൗൺസിലിങ്ങാണ്. ഞാൻ ക്രിസ്ത്യാനി പോലുമില്ല. എനിക്ക് മര്യാദയ്ക്ക് ഒരു ജപമാല ചൊല്ലാൻ അറിയില്ല. അച്ഛൻ പഠിപ്പിച്ചു തന്നാൽ അത് ഒരു പാംഫ്ലെറ്റ് വെച്ചിട്ട് ഇംഗ്ലീഷിലാണ് അത് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, ഇങ്ങനെ വായിക്കണമെന്ന്. പക്ഷേ അത് ദിവസവും ചൊല്ലും അത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് കൗൺസിലിംഗ് കുഴപ്പമില്ല, ചൊവ്വാഴ്ച ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അച്ഛൻ കൗൺസിൽ ചെയ്യുമല്ലേ, അപ്പോൾ കൂടെ ചെയറിട്ട് അവിടെ ഇരുത്തിയിട്ട് അച്ഛൻ പഠിപ്പിച്ചു തരുമായിരിക്കും. ഇല്ല അച്ഛൻ പറയണത് കേട്ടിട്ട് അതുപോലെ പറഞ്ഞാൽ മതിയല്ലോ എന്ന്. പക്ഷേ ചൊവ്വാഴ്ച വന്നപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ ഒരു 5-8 സഹോദരികൾ അവിടെ സ്ത്രീകൾ മുകളിൽ നിൽക്കുക, ഫസ്റ്റ് ഫ്ലോറിൽ. അത് സെക്കൻഡ് റൂമാണ് എനിക്ക്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് അവിടെയാണ് പോയി കൗൺസിൽ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു കൗൺസിലിങ് അച്ഛൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എപ്പോഴും പോലെ തമാശ പോലെ ഒരു അടി അടിച്ചിട്ട് മുളിപ്പോ. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛോ കൗൺസിലിങ് എനിക്കറിയില്ലോ, എന്താ പറയേണ്ടതെന്ന്. അച്ഛൻ പറഞ്ഞു ഈശോനെ കുറിച്ച് പറഞ്ഞാൽ മതി മാത്രം പറഞ്ഞു. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോയി. അച്ഛൻ വേറെ കൗൺസിലിങ്ങിന് പോയി. ഞാൻ മോളിൽ പോയിരിക്കുക. മോളിൽ പോയിരുന്നപ്പോൾ ആദ്യം ഒരു സഹോദരി വരെയാണ്. അവർ വന്നിട്ട് എന്നോട് പറയുക, എനിക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് വലത് കൈ 7 കൊല്ലമായി പൊക്കാൻ പറ്റണില്ലെന്ന്. അപ്പോൾ എനിക്ക് ഇതിന് മറുപടിയൊന്നും അറിയില്ല, ഇതും കൗൺസിലിങ്ങായിട്ട് എന്താ. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഈശോനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഈശോ ദൈവത്തിൻ്റെ ഏകപുത്രനാണ്, നമുക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്, ഈശോ കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ നോക്കി. അതുമില്ലാതെ ഡോറ് തുറന്നിരിക്കുക. അപ്പോൾ ബാക്കി സ്ത്രീകളും അവിടെ ഉണ്ട്. എൻ്റെ മനസ്സിൽ പല വിചാരമാണ്. ഇവരോട് ഈശോനെ കുറിച്ച് ഇത് പറഞ്ഞ് ഇവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് ഇത് തന്നെ പറയേണ്ടി വരുമല്ലോ. ഞാൻ പിന്നെ ബൈബിളിങ്ങനെ അടച്ചിട്ട് ഈശോയെ നാണം കെടുവോ, എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോൾ സംസാരിക്കുമ്പോഴും ഞമ്മ സംസാരിച്ചാൽ ഈശോ കേൾക്കും എന്നൊരു ബോധ്യത്തോടെ ഈശോയോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഈശോ കേട്ടിരിക്കും, അതിലൊരു സംശയമില്ല. ഞാൻ ഇങ്ങനെ ബൈബിൾ തുറന്ന് അത് നെയിം ഇൻ ദി നെയിം എന്ന് പറഞ്ഞ് നെയിം പേര് ഇംഗ്ലീഷ് ബൈബിളാണ്. അപ്പോൾ എനിക്ക് എന്തോ അത്രയും നെയിം അത്രയും കേട്ട് ഞാൻ പറഞ്ഞ് ഈശോയുടെ നാമത്തിൽ ശക്തിയാണ് ചേച്ചി, ഈശോയുടെ നാമത്തിൽ കയ്യങ്ങോട്ട് പൊക്കിയെന്ന് പറഞ്ഞു. ഈശോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ആരോ അവരുടെ കൈ പിടിച്ച് വലിച്ച പോലെ ആദ്യത്തെ അനുഭവം എൻ്റെ ജീവിതത്തിൽ കാണുകയാണ്. അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃപാസനം വെച്ച് ഇത് ഞാൻ കണ്ണുകൊണ്ട് കാണുകയാണ്. ഇത് ദൈവം അടയാളം മോസയ്ക്ക് അടയാളം കൊടുത്ത പോലെ എനിക്ക് തന്നതാണ്. ആ ചേച്ചി അവിടെ ഇരുന്ന് ഈശോയെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും കൈ അങ്ങോട്ട് പൊക്കാൻ പറ്റി. അത് കണ്ടപ്പോഴത്തേക്കും അവർ കരഞ്ഞ് ബാക്കിയുള്ളവരും കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് ധൈര്യമായി. പ്രൈസ് ദി ലോർഡ്. ഇത് ഈശോനെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായതോ ദൈവത്തിന് അന്ന് പറഞ്ഞ പദ്ധതി അച്ഛനത് മനസ്സിലായി. അച്ഛനെ ഇവിടെ കൗൺസിൽ ചെയ്യിപ്പിച്ചെന്ന്. പിന്നെ അന്ന് അങ്ങനെ കൗൺസിലിംഗ് തുടങ്ങി. ഞാൻ ഇതുപോലെ ജോസഫ് അച്ഛൻ്റെ ക്ലാസ് കേൾക്കും. ഒരു ദിവസം ക്ലാസ്സിൽ അച്ഛൻ പറയുണ്ടായി, കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സാണ് പറഞ്ഞ്. ദിവ്യ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ് അച്ഛൻ എടുത്തപ്പോഴത്തേക്കും
അപ്പോൾ എനിക്ക് ദിവ്യ കുർബാന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. സ്നേഹിക്കാൻ 2 പേര് വേണം. 2 പേരുണ്ടെങ്കിലല്ലേ സ്നേഹിക്കാൻ പറ്റൂ. സ്നേഹത്തിൻ്റെ അവസാനം, അതിൻ്റെ പരിപൂർണത രണ്ടും ഒന്നാകുമ്പോഴാണ് പരിപൂർണത. അപ്പോൾ എനിക്കതിലിരുന്ന് മനസ്സിലായി, ഈശോ ദൈവം മനുഷ്യനെ സ്നേഹിക്കുക, അതിനാ സൃഷ്ടിച്ച് സ്നേഹം പങ്കുവയ്ക്കാനാണ്. അപ്പം സൃഷ്ടാവും സൃഷ്ടിയും 2 പേര്. അതാ ഈശോ യോഹന്നാൻ 15:17 പറയണ, നീ എന്നിലും എൻ്റെ വചനം നിന്നിലും ഉണ്ടെങ്കിൽ നീ എന്ത് ചോദിച്ചാലും ലഭിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒന്ന് ആകുക? അതാണ് ദിവ്യ കുർബാന, തിരുവോസ്തി കുർബാന സ്വീകരിക്കുക. ഇതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുർബാനയോട് ഭയങ്കര ആഗ്രഹം, എങ്ങനെയെങ്കിലും സ്വീകരിക്കണമെന്ന്. ഞാൻ അച്ഛനോട് പോയി ചോദിച്ചു. അത് മടിച്ചാണ് ഞാൻ ചോദിച്ചത്. എന്താ കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യയൊക്കെ, ഞാൻ ഹൈന്ദവനാണ്, പക്ഷേ എനിക്ക് എൻ്റെ അമ്മ മരിച്ച്, പിന്നെ അച്ഛൻ കുഴപ്പമില്ല, എനിക്ക് ജ്ഞാനസ്ഥാനം സ്വീകരിക്കാൻ പറ്റും. പക്ഷേ ഭാര്യയുടെ വീട് അതേപോലെ, അത് വലിയ പ്രശ്നമാണ്. അവൾ സമ്മതിക്കുക, ഇനി സ്വന്തക്കാരൊക്കെ ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ ഞാൻ എന്നാലും ചോദിക്കണമെന്ന് പറഞ്ഞാൽ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ സമയമായില്ല, ഇത്രയും പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല, സമയമായില്ല. പക്ഷേ അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂരാണ്, ചൊവ്വാഴ്ചയാണ് ഇവിടെ വരുന്നത്. ഞാൻ ദിവസവും കോയമ്പത്തൂരിൽ സെൻറ്റ് ആൻറ്റണീസ് പള്ളിയുണ്ട്, ഞാൻ ദിവസവും കുർബാനയ്ക്ക് പോകും, കാലത്തിൽ പോകും. 6 മണിക്ക് അവിടെ കുർബാന, ദിവസവും ഞാൻ മുമ്പിൽ പോയിരിക്കും. ഇരുന്ന് കഴിയുമ്പോൾ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് കുർബാന എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. കൊന്ത ചൊല്ലി കഴിയുമ്പോൾ കുറച്ച് ദിവസം കുർബാനയ്ക്ക് പോയി കഴിയുമ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ച്, അമ്മേ, എല്ലാവരും കുർബാന സ്വീകരിക്കണ്ടല്ലോ, എനിക്ക് നീ ഒരു അവസരം ഒപ്പിച്ചെന്നൂടേത്, നിന്നെക്കൊണ്ട് എല്ലാം സാധിക്കുമല്ലോ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അച്ഛൻ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപ്പം താഴെ വീണ്. അപ്പം അമ്മ മാതാവ് എനിക്ക് ഓർമ്മിപ്പിച്ചു തന്ന് കാനാകാരിയായ സ്ത്രീയുടെ കാര്യം. അവൾ പറയുന്ന മാർക്ക് 7-ാം അധ്യായം 28 അവൾ പറയുന്നുണ്ട്, മേശപ്പുറത്തിരുന്ന് വീണ അപ്പം നായ്ക്കൾക്കുള്ളതല്ലേ. അപ്പോൾ എനിക്കെന്തോ തോന്നി, ഇതൊരു ചാൻസാണല്ലോ. ഞാൻ ഈശോടുത്ത് പറഞ്ഞു, ഈശോയെ, എന്നെ നായായിട്ട് കണ്ടാൽ മതി. എല്ലാവർക്കും അപ്പം കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ താഴെ ചുംബിക്കും, നിന്നെ കൊണ്ട് സാധിക്കും. അത് പൊടി എങ്ങനെയായാലും മൈക്രോസ്കോപ്പിക്കായിട്ട് ചെറുതെങ്കിലും എവിടെയെങ്കിലൊക്കെ കാണില്ലേ, ഇതായിരിക്കും കിട്ടാതെ പോകുന്നതല്ലേ, എനിക്ക് നീ താ, അത് വെറുതെ പോകുന്നതല്ലേ, എനിക്ക് താ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചുംബിച്ച് 2-2.5 കൊല്ലം അങ്ങനെ കുർബാന സ്വീകരിക്കുമായിരുന്നു. 2.5 കൊല്ലം. ഇതിൽ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ദൈവം ഇതെല്ലാം ശ്രദ്ധിക്കും കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം ദൈവത്തോട് കൂറ്, അതിൽ സ്നേഹമുണ്ടെങ്കിൽ, കൂറുണ്ടെങ്കിൽ ദൈവം അത് ശ്രദ്ധിക്കും. ദൈവം അതിനെല്ലാം മൈൻഡ് ചെയ്യും കേട്ടോ. നമ്മൾ കാണിക്കണ വേറെ ഈ ഉത്സവം നടത്താം, അതൊക്കെ ദൈവം ശ്രദ്ധിച്ചാൽ അതൊക്കെ കുറച്ചേ ശ്രദ്ധിക്കുകയുള്ളൂ. മതിൽ കെട്ടിക്കൊടുത്ത്, അത് കെട്ടിക്കൊടുത്ത്, കുറേ ഡൊണേഷൻ കൊടുത്ത്, അതൊക്കെ ശ്രദ്ധിക്കുമായിരിക്കും. ഞാൻ നോക്കിയിട്ട് ഞാനും അതെല്ലാം ചെയ്തിട്ടുണ്ട് കുറച്ച്. പക്ഷെ അതിലൊന്നും ദൈവം, പക്ഷേ ഈ കാര്യം അത് കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലത്തെ കാര്യം ഇവനിക്ക് എന്നോട് എന്താ കൂറ്. കുർബാനയിൽ നിങ്ങൾ കൂറ് കാണിച്ചു കഴിഞ്ഞാൽ ദിവസവും കുർബാനയ്ക്ക് പോയി നോക്കിക്കോ, ദൈവത്തിൻ്റെ പദ്ധതി അവിടെ നടപ്പിലാക്കും ദൈവം. ഞാൻ പറയാം, ഇപ്പോൾ കുർബാനയുടെ ക്ഷാമകാലമാണ്, എല്ലാത്തിനും പണത്തിന് ക്ഷാമം എന്ന പോലെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ക്ഷാമമുള്ള കാലമാണ്, കുർബാനയ്ക്ക് ക്ഷാമമുള്ള കാലമാണ്. ലോക്ക്ഡൗൺ കോയമ്പത്തൂരുണ്ടായി, 144 പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷേ അത് എങ്ങനെയാണ് എന്താണെന്ന് പറയുന്നില്ല, ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ.
ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടങ്ങിയിട്ടില്ല. അത് വിശ്വസിക്കും, അതാ ദൈവം. എനിക്ക് തോന്നുന്നില്ല പലവർക്കും ആർക്കെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ കോയമ്പത്തൂർ പോലത്തെ സ്ഥലം പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. ദൈവം നിങ്ങളെ അന്വേഷിച്ച് വീട്ടിൽ വരുമെന്ന് അത്രയും മനസ്സിലാക്കിയാൽ മതി. എമ്മാവൂസ് ശിഷ്യന്മാരെ അന്വേഷിച്ച് പോയത് ഈശോ അന്വേഷിച്ച് പോയതാ. അതിൻ്റെ കാരണം ആ ക്ലിയോപ്പസിൻ്റെ ഭാര്യ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ കുർബാനയിൽ പങ്കെടുക്കണവരാണെങ്കിൽ നിങ്ങൾ വല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയില്ല, ഏതെങ്കിലും നാട്ടിൽ പോയി എവിടെയെങ്കിലും പോയി നിങ്ങൾ ആരെങ്കിലും പൂട്ടിയിട്ട് ആ സമയമാകുമ്പോൾ ഈശോ നിങ്ങളെ അന്വേഷിച്ച് വന്നിട്ടുണ്ടാവും. കുർബാനയിൽ കൂറുണ്ടാകണം, ആരാധനയിൽ കൂറുണ്ടാകണം, ദൈവത്തോട് ആരാധിക്കണം. ഇത് ഞാൻ 2.5 കൊല്ലം അവിടെ പോയപ്പോഴത്തേക്ക് ഇതൊക്കെ ഈശോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് എനിക്കൊരു അവസരം കിട്ടി. എൻ്റെ കൂടെ ജോസഫ് അച്ഛനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇസ്രയേലിൽ പോകാനുള്ള അവസരം കിട്ടി, ഹോളി ലാൻഡ്. അവിടെ പോകുമ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് ഇറങ്ങിയത് അമ്മനിലിരുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് അന്ന് തന്നെ ജോർദനിൽ പോയി. ജോർദൻ അന്ന് ഈസ്റ്റർ ദിവസമാണ്. അതാ അതിൻ്റെ ഏറ്റവും രസം. ജോർദൻ നദി പോകുമ്പോഴത്തേക്ക് ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, 2 മക്കളുമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജോസഫ് അച്ഛനില്ലാതെ വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ അവിടെ നിന്ന് ഗൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ ഭാഗത്താണ് ഈശോ നിന്ന് ഈശോയ്ക്ക് ജ്ഞാനസാരം കിട്ടിയത്, ഇവിടെ കിട്ടിയതാണ്. ഈ ഒരു പർട്ടിക്കുലർ ഒരു പോർഷനുണ്ട്, അവിടെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ജോസഫ് അച്ഛൻ അടുത്ത് നിൽക്കുക. അപ്പോൾ എന്തോ ഒരു കറണ്ട് പാസ് ചെയ്ത പോലെ തോന്നി. ഞാൻ അവിടെ മുട്ടിപ്പേ ഇരുന്ന്, മുട്ടുവരേ ഉള്ളൂ വെള്ളം, മുട്ടിപ്പേ ഇരുന്ന് എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛോ എനിക്ക് ഇവിടെ നിന്ന് അച്ഛൻ ജ്ഞാനസ്ഥാനം തന്നെ. അപ്പോൾ അച്ഛൻ്റെ പോക്കറ്റിൽ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുണ്ട്. അച്ഛൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ച അച്ഛൻ, ഞാൻ പിന്നെ ആലോചിച്ചു ഇതെന്താ അച്ഛൻ ഓട്ടോമാറ്റിക്കലി ഇതെടുത്ത് ആ ബോട്ടിലുള്ള വെള്ളം കളഞ്ഞിട്ട് ഈ വെള്ളം എടുത്തിട്ട് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് അവിടെ വെള്ളം തലയ്ക്ക് വെച്ച് ജ്ഞാനസ്ഥാനം തന്നു. ഒഫീഷ്യലായിട്ട് കൃപാസനത്തിൽ എനിക്ക് ഇത് 2010 2011 ഇവിടെ കിട്ടി. ഞാൻ എൻ്റെ ഭാര്യയും വിളിച്ച് മക്കളെയും വിളിച്ച് മുട്ടിപ്പേ നിൽക്കി, ഞങ്ങൾക്ക് ഇവിടെ വെച്ചാൽ ജ്ഞാനസ്ഥാനം ഈശോയുടെ സ്ഥലത്ത് നിന്ന്. അവളൊന്നും മിണ്ടിയില്ല, അവളും മുട്ടിപ്പേ നിന്ന്. അവൾക്ക് അവിടെ വെച്ച് ജ്ഞാനസ്ഥാനം കിട്ടി, എൻ്റെ മക്കൾക്കും. ഞാൻ ഈ 2.5 കൊല്ലം ഈശോടത്ത് ഞാൻ പറഞ്ഞ, എനിക്ക് നായായാലും കുഴപ്പമില്ല ഈശോയെ, എനിക്ക് നീ മതി. നമുക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ലേ കുഴപ്പമില്ല ഈശോയെ, എനിക്ക് വേണ്ട. എനിക്ക് കടവായ, ഞാൻ ഒറ്റപ്പെട്ട, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ അതിർത്തി കയറി പിടിച്ച അയൽക്കാരൻ, കുഴപ്പമില്ല ഈശോയെ, എനിക്ക് നീ മതി ഈശോയെ, എനിക്ക് നീ മതി, എനിക്ക് വേറെ ആരും വേണ്ട. ഈശോ അത് ശ്രദ്ധിച്ച് കാണും. ദൈവം എൻ്റെ അച്ഛനല്ലേ, അപ്പനത് കാണും. അപ്പൻ സ്നേഹത്തിൻ്റെ വീക്ക്നെസ് ഉള്ളവനാണ്. എനിക്ക് ജ്ഞാനസ്ഥാനം തന്നതിൻ്റെ കാരണം 2.5 കൊല്ലം ജ്ഞാനസ്ഥാനം എടുത്ത രീതി അതായിരുന്നുകൊണ്ട് ഈശോ ജ്ഞാനസ്ഥാനം എടുത്ത സ്ഥലത്ത് തന്നെ ജ്ഞാനസ്ഥാനം തന്ന, അതാണ് അതിന് പകരം ദൈവം ചെയ്തു തന്നത്. അതൊരു അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മൾ എന്തിനാ ആരാധിക്കുന്നത് നമുക്ക് മനസ്സിലായി. നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ എങ്ങനെ ആരാധിക്കണം എന്ന് വെച്ചാൽ, ആരാധിക്കുമ്പോൾ 2 രീതിയിൽ ആരാധിക്കേണ്ടത് ദൈവത്തിന് പദ്ധതി നടപ്പിലാക്കാൻ. അത് അമ്മ മാതാവിൻ്റെ ഇരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്ന്, എളിമപ്പെട്ടുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഹംബിൾ പ്ലസ് സറണ്ടറൻസ്. ഇത് 2 ഒരു ഫോർമുലയാണ്, എഴുതി വെച്ചു. ഹംബിൾ ആൻഡ് സറണ്ടറൻസ്, എളിമ പിന്നെ സമർപ്പണം. എളിമയും സമർപ്പണം, ഇതാണ് ആരാധന. ഈശോ പിതാവിനെ ആരാധിച്ചത് കുരിശിൽ വെച്ച് സമർപ്പിച്ചുകൊണ്ട്, അവസാനം സമർപ്പിച്ചുകൊണ്ടാണ്.
അതതിൻ്റെ അവസാനം, ലാസ്റ്റ്. ആരാധനയുടെ പരിപൂർണതയെന്ന് പറയുന്നത് സമർപ്പണമാണ്. ആദ്യം എളിമപ്പെടുക, അപ്പോൾ ദൈവത്തിനെ നടപ്പിലാക്കാൻ പറ്റും, ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ പറ്റും. അമ്മ എളിമപ്പെട്ടപ്പോഴാണ് അമ്മയെക്കുറിച്ച് പിതാവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, അത് നടപ്പിലാക്കാൻ പറ്റിയത്. ലൂക്ക 1:38 അമ്മ പറഞ്ഞത്, ഇതാ നിൻ്റെ ദാസി, നീ പറഞ്ഞത് നിറവേറട്ടെ. അത് സമർപ്പണമായി. ഇതാ നിൻ്റെ ദാസി എളിമയായി. അപ്പോൾ ഈ ലോകത്തിൻ്റെ രക്ഷയായിരുന്ന പിതാവിൻ്റെ പദ്ധതി അത് അവിടെ നടപ്പിലാക്കി. ഇത് എങ്ങനെയാണ് എളിമപ്പെടുക, എങ്ങനെയാണ് സമർപ്പിക്കുക? അപ്പോൾ പലവർക്കും സംശയം, എങ്ങനെ എളിമപ്പെടേണ്ടത് എങ്ങനെയാണ്? എല്ലാവരും പറയാറുണ്ടല്ലോ, ബി ഹമ്പിൾ ഹമ്പിൾ ഹമ്പിൾ. പേടിക്കുന്നതാണ് ഹമ്പിൾ. എല്ലാവരെയും പേടിച്ച് കയ്യും കൂട്ടി ഇങ്ങനെ നിൽക്കുന്നതാണ് ഹമ്പിൾ. അതില്ല. വചനത്തെ അതേപോലെ വിശ്വസിക്കുക. അത് നിങ്ങൾ പരിശീലിച്ചാൽ മാത്രം മതി, ട്രൈ ചെയ്യുക. അത് ഹമ്പിൾനെസ് എന്ന് പറയണത് വചനം എന്ത് പറയുന്നോ, ഈശോ എന്ത് പറഞ്ഞിട്ടുണ്ടോ. ഇപ്പോൾ ഈശോ പറയുക, നിന്നെ 1 മൈൽ നടക്കാൻ പറഞ്ഞാൽ ഈ 2 മൈൽ നടക്കാമെന്ന് പറഞ്ഞാൽ, നിന്നോട് ഒരു കാര്യം പറഞ്ഞാൽ അവർ നിന്നെ പ്രശ്നം ഉണ്ടാക്കിയാൽ നിനക്കെതിരെ അടിച്ചേൽപ്പിക്കുക, നീ അവർക്ക് വേണ്ടി 2 എണ്ണം ചെയ്തു കൊടുക്കുക. അവരെന്ത് പറയണോ അതിനേക്കാളും കൂടുതൽ ചെയ്യും. അത് ചെയ്യുമ്പോഴത്തേക്കും പലവരും നമ്മളെ കളിയാക്കും, ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, പേടിത്തണ്ടനാണ്, എന്തിനാ ജീവിക്കണം, മനുഷ്യനായിട്ട് ആണായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം, നീയൊക്കെ എന്തിനാ ജീവിക്കുന്നത്. അതൊന്നും വകവയ്ക്കാതെ ഈശോയുടെ വചനം മാത്രം, എൻ്റെ ഈശോ ഇതാ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ നാണക്കേടായിരിക്കാം, പലവരും ഭ്രാന്തനാണെന്ന് നമ്മളെ വിചാരിക്കും, വിളിക്കുകയും ചെയ്യും, എനിക്ക് വട്ടാണ്. അതാണ് എളിമപ്പെടുക. നാട്ടുകാർ നിന്നെ ഒറ്റപ്പെടുത്തും. നീ നുണ പറയരുതെന്ന് പറഞ്ഞാൽ നുണ പറയില്ല. നിൻ്റെ കൂട്ടുകാരന്, നിൻ്റെ സ്വന്തക്കാരൊക്കെ നിന്നോട് വന്ന് പറയും, ഇത് ഇവരിങ്ങനെ ചോദിച്ചാൽ പറയണം കേട്ടോ, ഇത് പറയണം കേട്ടോ, ഞാനില്ല ചെയ്തതെന്ന് പറയണം കേട്ടോ. പക്ഷേ നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ പറയും, ഞാൻ കണ്ടതാണ്, ഇവൻ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു പോയാൽ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തും. നിൻ്റെ ഭാര്യ വരെ നിന്നെ ഒറ്റപ്പെടുത്തും. എന്നാലും നീ വിഷമിക്കാതെ ഒരു സംതൃപ്തി ഉണ്ടാകണം. ഞാൻ എൻ്റെ വചനം, എൻ്റെ ഈശോ പറഞ്ഞതനുസരിച്ചല്ലോ. അത് എളിമ. അതിന് കുറച്ച് സഹനങ്ങളുണ്ടാവും. സഹനങ്ങൾ കിട്ടും. നീ എളിമപ്പെടുമ്പോൾ സഹനങ്ങൾ കിട്ടും. ഈശോയ്ക്ക് വേണ്ടി ആ സഹനം ഏറ്റുവാങ്ങിക്കുമ്പോൾ അത് എളിമ, അത് ആരാധന. ഈശോയെ നീ പറയണത് ഞാൻ അനുസരിക്കുക, എനിക്ക് കിട്ടിയതെല്ലാം അംഗീകരിക്കുക, എൻ്റെ സഹനമെല്ലാം ഞാൻ അംഗീകരിച്ചിരിക്കുക, നീ തന്നതാണ്. എളിമയോടെ ഏറ്റുവാങ്ങിക്കുക. 2ാമത് സറണ്ടറൻസ്. അത് ജോസഫ് അച്ഛൻ 2-3 ദിവസം മുമ്പ് ഇവിടെ മെസ്സേജ് പറഞ്ഞതാ. അതാണ് യഥാർത്ഥ സറണ്ടറൻസ്. നിനക്കൊരു നിയോഗവും ഉണ്ടാകാൻ പാടില്ല. നിനക്കെന്ത് ആവശ്യമുണ്ടെന്ന് ആരാധനയിൽ ചോദിക്കേണ്ട കാര്യമില്ല. ഈശോയെ നിനക്കറിയാം എനിക്കെന്ത് ആവശ്യമുണ്ടെന്ന്. ഞാൻ ചോദിച്ച എല്ലാം തെറ്റിപ്പോവും. ഞാൻ നിന്നിൽ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ചോദിക്കാനുള്ള അധികാരമില്ല നിന്നോടൊന്നും. അതാണ് യഥാർത്ഥ സമർപ്പണം. ആരാധിക്കേണ്ടത് എളിമപ്പെട്ടും സമർപ്പിച്ചുകൊണ്ടുമാണ്. സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പറയണം, ദൈവമേ എനിക്കൊന്നും വേണ്ട, നീ മാത്രം മതി. ഞാൻ എന്നെ തന്നെ നിന്നിൽ സമർപ്പിച്ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിന്നോട് ചോദിക്കോടെ എൻ്റെ ആഗ്രഹത്തെയും ഞാൻ നിന്നിൽ സമർപ്പിച്ചിരിക്കുക ഈശോയെ. അതാ യഥാർത്ഥ സമർപ്പണം, അതാ ആരാധന. ദൈവം നടപ്പിലാക്കുക, ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുക. ജെറമ്യ 29:11 എൻ്റെ പദ്ധതി നിൻ്റെ നന്മയ്ക്കാണ്, നിൻ്റെ നാശത്തിലില്ല. അച്ഛനറിയാം മകൻ്റെ നന്മ എന്താണെന്ന്, അത് നന്മയ്ക്കാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബോധ്യത്തിലേ മരിക്കുക. എൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെ ഉത്തരം എൻ്റെ ദിവ്യഗുരു കാരുണ്യ ഈശോയുടെ അടുത്ത് ഞാൻ എത്തി.
ഇനി എനിക്ക് പ്രശ്നമില്ല, നമുക്ക് കാത്തിരിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ കാലത്തെ കുർബാനയ്ക്ക് പോകുമ്പോഴോ ദിവ്യ കുർബാന നിങ്ങളെ വീടിൻ്റെ അടുത്ത് ഇല്ല, ഇപ്പോൾ കൃപാസനത്തിൻ്റെ ടൈം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, അത് ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഈ 40 ദിവസം 24 മണിക്കൂറുമാണ്. അത് കഴിഞ്ഞാലും സമയം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പരാതിയുണ്ടോ, എന്ത് വിഷമമുണ്ടോ, ഈ സമയം വരെയേ ഉള്ളൂ ആ പ്രശ്നം. ഞാൻ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു. എഴുതി വയ്ക്കണം. ചില ഓഫീസിൽ പോയ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് മക്കളിങ്ങനെ തിങ്ങി കരയാതെ കാത്തിരിക്കും. ഇങ്ങനെ അച്ഛൻ വരട്ടെ, അച്ഛൻ വരട്ടെ, അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞ് പുറത്ത് ഇങ്ങനെ നോക്കി വയ്ക്കും. അവർക്ക് ഈ ചിലപ്പോൾ താഴെ വീണുണ്ടാവും, ഈ പരിക്ക് പറ്റിയിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മോന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോയിട്ട് വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് അത് വരെ അവൻ കളിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് നോക്കും. എന്നിട്ട് എൻ്റെ കാറിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ഓടി വരും. അതുവരെ കരച്ചിലിങ്ങനെ അടക്കി പിടിച്ച് വെച്ചിരിക്കണം. എന്നെ കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഒരു കരച്ചിലാണ്. എന്നിട്ട് അത് സാരമില്ലടാ എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ പ്രശ്നം തീർന്നത്. നമ്മളപ്പനും ഇത് പറയും, സാരമില്ലടാ മകനെ, ഈ ലോകത്തിൻ്റെ മൊത്തം അധികാരം എൻ്റെ പുറത്തല്ലേ, എൻ്റെ കയ്യിലല്ലേ, നീ എന്തിനാ വിഷമിക്കടാ, നിൻ്റെ എന്ത് പ്രശ്നം, ജപ്താ, കല്യാണ പ്രശ്നമാണ്, രോഗമാണ്, സാമ്പത്തികമാണ്, ഇതെല്ലാം അധികാരം എൻ്റെ പുറത്താണ്, നീ എന്തിനാ വിഷമിക്കുന്നത്. അപ്പോൾ ആ ഒരു